15 സെൻറ്റിമീറ്റർ ആരമുള്ള ലോഹഗോളം ഉരുക്കി 27 തുല്യ വലുപ്പമുള്ള ചെറുഗോളങ്ങൾ ആക്കി ചെറുഗോളങ്ങളുടെ ആരം കാണുക. അപ്പോൾ നമുക്കൊരു വലിയ ഗോളമുണ്ട്, ലോഹഗോളം. അതിൻ്റെ ആരം 15 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ വലിയ ലോഹഗോളം എന്ന് വിചാരിക്കുക. ഇതിൻ്റെ ആരം എത്രയാണ്? 15 സെൻറ്റിമീറ്റർ. ഇത് നമ്മൾ മെൽറ്റ് ചെയ്യാണ്, ഇത് ഉരുക്കുകയാണ്. ഉരുക്കിയിട്ട് 27 ആക്കുകയാണ്. തുല്യ വലിപ്പമുള്ള 27 ചെറിയ ഗോളങ്ങൾ ഉരുക്കിയിട്ടുണ്ടാക്കുകയാണ്. അങ്ങനെ 27 ഉണ്ടാക്കുകയാണെന്ന് സങ്കല്പിക്കുക. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഇതിൻ്റെ വ്യാപ്തവും ഈ 27 കൂടി ആകെ വ്യാപ്തവും തുല്യമായിരിക്കും. കാരണം ഈ സാധനം ഉരുക്കി ഒട്ടും കളയാതെ ഇതാക്കി മാറ്റുകയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്ന തത്വം വലിയ ഗോളത്തിൻ്റെ വ്യാപ്തം സമം ഒരു ചെറിയ ഗോളത്തിൻ്റെ വ്യാപ്തം ഇൻറ്റു 27. കാരണം വലിയ ഗോളത്തിൻ്റെ വ്യാപ്തവും 27 ചെറുഗോളങ്ങളുടെ വ്യാപ്തവും തുല്യമായിരിക്കും. അപ്പോൾ ഇനി വലിയ ഗോളത്തിൻ്റെ വ്യാപ്തം സൂത്രവാക്യം 4/3 πr³. ഗോളത്തിൻ്റെ വ്യാപ്തം 4/3 πr³ ആണ്. വോളിയം ഓഫ് സ്ഫിയർ 4/3 πr³. സമം നമുക്ക് എന്തെഴുതണം? 27 ഇൻറ്റു, കാരണം 27 കാണാൻ പോവുകയാണ്. ഒരു ചെറിയ ഗോളത്തിൻ്റെ വ്യാപ്തമോ 4/3 πr³ എന്ന് എഴുതാം. ഇനി നമുക്ക് ഇതൊരു സമവാക്യമാണല്ലോ, ഇരുവശത്തും ഒരുപോലെ നമുക്ക് വെട്ടിക്കളയാം. 4/3 π 4/3 π വെട്ടിക്കളഞ്ഞു. ബാക്കി r³ ഏതാ? വലിയ ഗോളത്തിൻ്റെ ആരത്തിൻ്റെ ക്യൂബ്. ഇതാണ് വലിയ ഗോളം. നമ്മളിപ്പോൾ ചെറിയ ആർ നമ്മുടെ 8 മാത്രം, വലിയ ഗോളത്തിൻ്റെ ആരാണ്. അപ്പോൾ എന്താ നമ്മുടെ 15 ഇൻറ്റു 15 ഇൻറ്റു 15 സമം ഇവിടെ എന്താണുള്ളത്? 27 ഇൻറ്റു r³. അത് നമുക്കറിയില്ല, അതാണ് കാണേണ്ട ചെറിയ ഗോളത്തിൻ്റെ ആരം r³. ഇതിങ്ങനെ r³ കാണുക, ഇൻറ്റു 27 എടുക്കുമ്പോൾ ബൈ എന്നാവും. അപ്പോൾ r³ സമം 15 ഇൻറ്റു 15 ഇൻറ്റു 15 ബൈ 27. നമുക്ക് ഇത് i3 15 9 3 27. ഈ 9ഉം 15ഉം കൂടി 3 9 i3 15. ഈ 3ഉം 15 കൂടി i3 15. 5 ഇൻറ്റു 5 ഇൻറ്റു 5 നമുക്ക് എത്ര കിട്ടി? 125. എന്ത്? r³ ആണ് 125. അപ്പോൾ r എത്രയായിരിക്കും? √125 സമം 5 സെൻറ്റിമീറ്ററാണ് ഈ ഓരോ ചെറുഗോളങ്ങളുടെയും ആരം.